കുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ കിലിയൻ എംബാപ്പയും മെസ്സിയും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഇന്നലെ ലിയണൽ മെസ്സി ഓസ്ട്രിയക്കെതിരെ 2 ഗോൾ അടിച്ച് 18 ഗോളായി ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി അദ്ദേഹം മാറി. മിറോസ്ലാവ് ക്ലോസയെ അദ്ദേഹം മറികടന്നു. ജർമ്മനിയുടെ ക്ലോസയായിരുന്നു ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിരുന്ന താരം, 16 ഗോൾ. ഇപ്പോൾ മെസ്സിയാണ് 18. ഇന്നലെ തന്നെ എംബാപ്പെ ഇറാഖിനെതിരെ 2 ഗോൾ അടിച്ച് 16ലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹവും മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം എത്തി 16. അപ്പോൾ ഇപ്പോൾ മെസ്സിയും എംബാപ്പയും തമ്മിൽ 2 ഗോളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇന്നലെ മെസ്സി ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ മെസ്സി എംബാപ്പയും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. എംബാപ്പെ 2 കളികൾ 4 ഗോൾ അടിച്ചു, മെസ്സി 2 കളികൾ 5 ഗോൾ അടിച്ചു. ഏതാണ്ട് തുല്യമായിട്ട് നീങ്ങുകയാണ്. ആരാണ് ഗോൾ വേട്ടയ്ക്കുള്ള ആ റെക്കോർഡ്? ഒരുപക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മിറോസ്ലാവ് ക്ലോസ 2014 ആ റെക്കോർഡൊന്ന് തകർത്തത്. ഇപ്പോൾ ഇതാ 12 കൊല്ലത്തിന് ശേഷം 2 താരങ്ങൾ അത് തകർക്കാനും വീണ്ടും തകർക്കാനുമുള്ള ആവേശപ്പോരിലാണ്. എന്തായാലും എംബാപ്പെ തൊട്ട് പുറകെ തന്നെയുണ്ട് മെസ്സിക്ക്. മെസ്സി ഒരു കാരണവശാലും റിലാക്സ് ചെയ്യാൻ പറ്റാത്ത വിധം ഗോൾ വേട്ടക്കാരുടെ ആ റെക്കോർഡ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് എംബാപ്പെ കൂടെ തന്നെ ഉണ്ട്. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം വെറും 27 വയസ്സ് മാത്രമാണുള്ളത്. ഇനി 3 ലോകകപ്പ് കൂടി ബാക്കി കിടക്കുന്നുണ്ട്, ചുരുങ്ങിയത്. അങ്ങനെ തന്നെ നമ്മൾ കാണണം. ഒരു 39 വയസ്സ് വരെയൊക്കെ കളിക്കുകയാണെങ്കിൽ 3 ലോകകപ്പ് കൂടി അദ്ദേഹത്തിന് സുഖമായി കളിക്കാം. അതുകൊണ്ട് എന്തായാലും ഈ ലോകകപ്പിൽ മെസ്സിയെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എംബാപ്പെ അടുത്ത ലോകകപ്പുകളിൽ മെസ്സി മറികടക്കും എന്നുള്ളത് ഉറപ്പാണ്. എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരൻ്റെ ആ റെക്കോർഡ് എംബാപ്പയുടെ കയ്യിലായിരിക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ ഈ ലോകകപ്പിൽ അത് നടക്കുമോ? മെസ്സിയെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം.